ഹൈക്കോടതി 4 ആഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പം 4 ആഴ്ച ഇപ്പോൾ 2 ആഴ്ചയായി. 2 ആഴ്ചയായിട്ട് ഇതുവരെയ്ക്കും ഒരു കുഴി പോലും അടച്ചിട്ടില്ല. സുപ്രീം കോടതി പോയിരിക്കുകയാണ് അവർ. അല്ല, ഇതിനകത്ത് ഇടപെടാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ളതിൽ ഞാൻ ഇടപെടാം, പക്ഷേ നടപടി കർശനമായിരിക്കും. ഈ ഹൈവേക്കാരെ ഇടപെടുന്നതിന് നമുക്കെന്താ ഇടപെടാൻ തടസ്സം എന്താ? ഞാൻ ചോദിച്ചു, 4 കുഞ്ഞുങ്ങൾ പാലക്കാട് മരിച്ചില്ലേ? അന്ന് ഇടപെട്ടല്ലോ. അന്ന് ഇടപെട്ട് 3-ാമത്തെ ദിവസം പൈസ അനുവദിച്ചല്ലോ. ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചിരുത്തി വരട്ടിയപ്പം 3-ാമത്തെ ദിവസം പൈസ അനുവദിച്ചു. പക്ഷേ നമ്മുടെ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ അത് പണിയാത്തതുകൊണ്ടാണ്. അവിടെ പണി നിർദ്ദേശിച്ചിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ച പണിക്ക് ആവശ്യമായ പണം 3-ാം ദിവസം നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിച്ചു. പക്ഷേ ഇപ്പോഴും പണി തീരാത്തത് കേരളത്തിലെ അതിൻ്റെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയറുടെ കുഴപ്പമാണ്. അത് MLAക്കും അറിയാം, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇവിടെ ആക്കാൻ പറ്റും. അല്ല, ഇത് ശ്രമിക്കാതെ അശാസ്ത്രീയമാണ് ഇവർ ചെയ്യുന്നത്. ഇവരങ്ങ് പൊളിക്കുകയാണ് ആദ്യം. നമുക്കറിയില്ലേ, ഈ റോഡിൽ ഈ പാലം അണ്ടർപാസൊക്കെ പണിയുന്ന സമയത്ത് അതിൻ്റെ പണി വണ്ടികൾ മുടങ്ങും. ഇത്രയധികം വണ്ടി വരുന്ന വഴിയാണ്. സിംഗിൾ ലൈനായിട്ട് സ്മൂത്തായിട്ട് പോകാൻ സമ്മതിച്ചാൽ വണ്ടി പോകും. അതിനവർ തയ്യാറാവുന്നില്ല. ഒരു മുൻകരുതലും എടുക്കാതെ പൊളിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പാലക്കാട് റൂട്ടിലുണ്ട്. പാലക്കാട് ലുലു മാളിൻ്റെ മുകളിലൊക്കെ വെറുതെ പൊളിച്ചിട്ട് മണിക്കൂറുകൾ കിടക്കണം, ഒരു കാര്യമില്ല. പക്കയാണ്. ഇവിടെ ചെയ്യില്ല. കാരണം ഇവിടെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് ധരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവർക്കിത് മതി എന്ന് ധരിച്ചിരിക്കുകയാണെന്ന്. ടോൾ പിടിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് ഇവിടെ പിരിക്കുന്നുണ്ട്. കാരണം ടോൾ എടുത്ത് കളയുമ്പോഴും എന്തുകൊണ്ടാണ് അപ്പോൾ കുരുക്ക്? അപ്പോൾ ടോളിൻ്റെ അവിടെ അല്ല കുരുക്ക് ഈ വരുന്ന വഴിക്കുള്ള ഈ 2-3 വണ്ടി പോകാൻ സമ്മതിക്കരുത്. അപ്പോൾ ഈ ഓവർടേക്ക് ചെയ്ത് കയറും ചിലർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറാൻ സമ്മതിക്കാതെ നമ്മൾ സിംഗിൾ ലൈൻ ട്രാഫിക് വിട്ടാൽ സ്മൂത്തായിട്ട് നീ പോകും 2 വശത്തേക്കും. അത്രയും ചെയ്താൽ മതി. ഒരുപാടൊന്നും ഒരു പണിയെടുക്കണ്ട. ഈ സിംഗിൾ ലൈൻ സ്മൂത്തായിട്ട് പോകണം. തിരുവനന്തപുരം മുതൽ പുറപ്പെടുന്ന ഒരു KSRTC ബസ് തൃശ്ശൂർ എത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഓരോ ദിവസം ഡീസൽ ഇനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നിർത്തിയിട്ടിരിക്കില്ല, ഓഫ് ചെയ്യാൻ പറ്റും വണ്ടി. അവരാദ്യം മത്സര ഓട്ടം നിർത്തണം. പിന്നെ ഈ കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ നാട്ടിലൊരു വഴക്കുണ്ടാക്കാൻ അവരും കുട്ടികളായിട്ട് ചർച്ച നടത്തിയാണ്. ട്രാൻസ്പോർട്ട് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ കുട്ടികളൊരു സമവായത്തിന് തയ്യാറായില്ല. അപ്പോൾ അവരെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ലെന്നേ. അതൊക്കെ നിങ്ങൾക്കറിയാം, ഇവരിൽ നിന്നൊക്കെ 5 രൂപ വെച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്, കൊടുക്കുന്നുമുണ്ട്. ആർക്കും ഒരു പരാതിയില്ല. ഇവരിത് ഒരു ഇഷ്യൂ ആക്കി സമരം ചെയ്യട്ടോ എന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാനാണ്? എന്നോട് ചോദിക്കുന്നത് അവർ സമരം ചെയ്യട്ടോ എന്ന്. ഞാൻ നിങ്ങൾ ചെയ്തു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓണക്കാലത്ത് ഓടിച്ചില്ലേ നമ്മൾ KSRTC 500 ബസ് കിടപ്പുണ്ട് കേട്ടോ. KSRTCയിൽ 500 ബസ്, 500 മുതൽ 600 ബസ് KSRTCയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഡ്രൈവറെ വയ്ക്കുക, ഓടിക്കുക. അത് സമരം ചെയ്തോട്ടെ. സമരം ചെയ്യുകയാണെങ്കിൽ ഈ KSRTC വണ്ടി മൊത്തം ഈ റോഡിലിറങ്ങും. KSRTCക്ക് ഇപ്പോൾ വാങ്ങിയ വണ്ടി കൂടാതെ ഇപ്പോൾ 1200 വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശരാശരി വർക്ക്ഷോപ്പിൽ കിടന്നിരുന്നത്, ഇടിച്ചും വർക്ക്ഷോപ്പിലുമായിട്ട്. പക്ഷേ ഇന്നത് 450 വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വണ്ടി ഞങ്ങളുടെ കയ്യിൽ സ്പെയർ ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. 500-600 വണ്ടി സ്പെയർ ഉണ്ട്. അവർ സമരം ചെയ്യുകയാണെങ്കിൽ അതിങ്ങിറക്കും. അപ്പം ജനങ്ങൾ അത് പറയുന്നതിനൊരു ന്യായമൊക്കെ വേണ്ടി അവർ പറയുന്നതെല്ലാം അനുസരിക്കണം സാർ. കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുമായൊരു സമവായത്തിലെത്താതെ ചാർജ് വർദ്ധിപ്പിച്ച് എന്തായിരിക്കും ഇവിടെ സ്ഥിതി? എന്തിനാണ് ആവശ്യമില്ലാത്ത ആളുകളെ സമരത്തിലേക്ക് തള്ളിവിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടത്? ഒരു രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ നമ്മൾ നിൽക്കണം. കുട്ടികളുടെ പ്രശ്നമൊന്നുമല്ല, അതിൽ കുട്ടികളുടെ പ്രശ്നമൊന്നുമില്ല. ഈ കൺസെഷൻ ആപ്പിൽ വരും. ഈ ആഴ്ച ഞങ്ങളൊരു ആപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആപ്പിലൂടെ കുട്ടികൾ അപേക്ഷിക്കണം. അപേക്ഷിച്ച് കഴിയുമ്പോൾ അവർക്ക് അതുവഴി പാസ് ഇഷ്യൂ ചെയ്യും. അല്ലാതെ പാസ്സില്ലാതെ കുട്ടികൾ കയറുന്നത് തെറ്റാണ്. അങ്ങനെ കുട്ടികളാണെന്ന് സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞ് 45 വയസ്സുള്ള ആളും കയറി പോവുകയാണ്, അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൺസെഷൻ കാർഡ് RTOമാർ അനുവദിക്കും. തൃശ്ശൂർ കളക്ടർ പറഞ്ഞു എന്ന് ഇപ്പോൾ അവരെന്നോട് പറഞ്ഞു, പഴയ പോലെ അങ്ങ് പോയാൽ മതി, പാസ്സൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, അത് കളക്ടറല്ലല്ലോ തീരുമാനിക്കുന്നത്, ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത് അക്കാര്യത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. അപ്പോൾ പാസ്സുള്ളവരെ അവർ കൊണ്ടുപോയാൽ മതി. കുട്ടികൾക്ക് പാസ്സുണ്ടല്ലോ, അവർ കൊണ്ടുപോട്ടെ. ഈ തൃശ്ശൂരിലെ മറ്റൊരു വിഷയം നോക്കുകയാണെങ്കിൽ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇരട്ട വോട്ട് വിവാദങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ അതിൽ ഈ പരാതി ഉന്നയിച്ചവർക്കെതിരെ കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്കെതിരെന്തെങ്കിലും പറയുക, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതിപ്പോൾ ഞാനത് ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അത് പറയുന്നില്ല. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അത് പാടില്ലാത്തതാണ്. വൻതോതിൽ വോട്ട് ചേർക്കുക, വൻതോതിൽ അതൊന്നും ശരിയുള്ള ആളല്ല. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്താണ് അതിലെ പ്രധാന പ്രശ്നം. അവർ കുറച്ചുകൂടി ഒരു സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കണം. ഭരണഘടനയിലെ ഏറ്റവും മൂല്യമുള്ളൊരു കാര്യമാണ് ഈ വോട്ടവകാശം. ജനാധിപത്യത്തിൽ ഇലക്ഷൻ്റെ സുതാര്യത,
അത് ഇന്ത്യയിൽ തെളിയിക്കപ്പെട്ട രാജ്യമാണ്. ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ കണ്ട ജനാധിപത്യമാണ് ഇന്ത്യയിൽ. ആ ജനാധിപത്യത്തെ ഇലക്ഷൻ കമ്മീഷൻ കാവൽക്കാരനാണ് അതിൻ്റെ. അദ്ദേഹത്തിന് അവിടെ ആ ഓഫീസിൽ നിന്നൊരു വീഴ്ച വരാൻ പാടില്ല. വന്നത് തെറ്റ് തന്നെയാണ്. നമ്മൾ കള്ളവോട്ട് ചേർക്കാൻ വരുന്നവർ, കള്ളം ചെയ്യാൻ വന്നവർ, ഇപ്പം മോട്ടിക്കാൻ വരുന്നവർ വീട്ടിൽ കയറും. പക്ഷെ പോലീസുണ്ടല്ലോ. അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്, നമ്മളതിനൊന്നും ഇടപെടുന്നില്ല. ചിലർക്കൊക്കെ എന്തും ആവാം. പിന്നെന്താണ്.